നമസ്കാരം പ്രിയപ്പെട്ടവർ. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കേറിയ സമയമാണിത്. കഴിഞ്ഞ 10 വർഷമായി പിണറായി എന്ന ധാർഷ്ട്യക്കാരനായ, ധൂർത്തനായ, അഴിമതിക്കാരനായ ഭരണാധികാരിക്കെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു പീക്ക് ടൈമാണ്. ഈ സമയത്ത് മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, ജീവിതകാലത്ത്. അതിനിടയിലാണ് അമേരിക്കയിൽ 2 ആഴ്ച പോവേണ്ടി വന്നത്. അവിടെ നിന്നും ബ്രിട്ടനിൽ 1-2 പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 29-ാം തീയതി, ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ അവിടെ വലിയൊരു ഗാല നൈറ്റ് നടത്തി. ആയിരക്കണക്കിന് ആളുകളെത്തിയ മണിക്കൂറുകൾ നീണ്ട ഒരു കലാവിരുന്നായിരുന്നു. അതിൽ മുഖ്യാതിഥിയായി എത്തേണ്ടതായിരുന്നു ഗായകൻ ജി വേണുഗോപാലിനൊപ്പം ഞാനും. പക്ഷെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് തെരഞ്ഞെടുപ്പ് മാധ്യമ പ്രവർത്തനത്തിൽ സജീവമായി ശ്രദ്ധിക്കുകയാണ്. ഈ ദിവസങ്ങളൊക്കെ ധാരാളം അഭിമുഖങ്ങൾ പോഡ്കാസ്റ്റിൽ എടുക്കുന്നുണ്ട്. മറുനാടൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ, മറുനാടൻ സ്പെഷ്യൽ എന്ന ഞങ്ങളുടെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതിൽ കൊടുക്കുന്ന പോഡ്കാസ്റ്റ് കാണുകയും ചെയ്യണം. മിക്ക ദിവസവും ഓരോരുത്തരുടെ പോഡ്കാസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഷോൺ ജോർജിൻ്റെയും ശ്രീലേഖ IPSൻ്റെയും ചെങ്കൽ രാജശേഖരൻ നായരുടെയും രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരൻ്റെയും പി കെ കൃഷ്ണദാസിൻ്റെയും ഒക്കെ പോഡ്കാസ്റ്റുകൾ ഇതിൽ വന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ നിരവധി പേരുടെ പോഡ്കാസ്റ്റുകൾ എത്തുന്നുണ്ട്. IAS ബി അശോകൻ മനസ്സ് തുറന്നു പറഞ്ഞ കഥയാണ് ഇന്ന് സംപ്രേഷണം ചെയ്യുന്ന പോഡ്കാസ്റ്റ്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, UDFൻ്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി CP ജോൺ എന്നിവരുടെയൊക്കെ പോഡ്കാസ്റ്റുകൾ ഈ ദിവസങ്ങൾ വരും. അങ്ങനെ തിരക്കേറിയ ദിവസത്തിലൂടെ പോകുമ്പോഴും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം. എരുമേലിക്ക് സമീപം ഇടകർത്തി എന്ന സുന്ദരമായ ഗ്രാമമാണ് എൻ്റേത്. പമ്പയാറിൻ്റെ തീരത്തുള്ള ഗ്രാമം. പത്തനംതിട്ട, കോട്ടയം ജില്ലകളുടെയും 3 പഞ്ചായത്തുകളുടെയും സംഗമഭൂമിയാണ്. 2 നിയമസഭാ മണ്ഡലങ്ങൾ അതിൻ്റെ ഭാഗമായുണ്ട്. ഈ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം എന്ന ഞങ്ങളുടെ ഇടകടത്തിയിലെ അയ്യപ്പ ക്ഷേത്രം 17 വർഷം മുമ്പ് മറുനാടൻ മലയാളി ആരംഭിച്ച അതേ വർഷം ആരംഭിച്ചതാണ്. അന്നു മുതൽ ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവ നടത്തിപ്പിലെ പ്രധാന പങ്ക് അഭിമാനത്തോടുകൂടി ഞാൻ ഏറ്റെടുക്കാറുണ്ട്. എവിടെയാണെങ്കിലും ആ ക്ഷേത്രോത്സവത്തിന് പങ്കെടുക്കുന്ന രീതി എനിക്കുണ്ട്. കാരണം ആ ക്ഷേത്രോത്സവം ഞങ്ങളുടെ നാടിൻ്റെ ഉത്സവമാണ്. അതിന് മതമോ ജാതിയോ ഒന്നുമില്ല. വേടൻ്റെ പാട്ട് പാടിയതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ എവിടെയോ ബഹളമുണ്ടാക്കിയ കൊച്ചി തരംഗ് ബീറ്റ്സ് തന്നെയായിരുന്നു ഞങ്ങളുടെ അമ്പലത്തിലും ഗാനമേള അവതരിപ്പിക്കാനെത്തിയത്. അന്ന് ബഹളം വെച്ച വേടൻ്റെ പാട്ട് ഞങ്ങൾ പാടിച്ചു. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച ഗാനമേളയിൽ സർവ്വമത പാട്ടുകളും പാടുന്ന ഇടമാണ് ഞങ്ങളുടേത്. ശ്വേത അശോക് എന്ന അനുഗ്രഹീത ഗായിക നയിച്ച ഗാനമേളയായിരുന്നു ശ്രദ്ധേയമായത്. വർഷമായി ഈ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് 2 വാക്ക് പറയുകയും ഞാൻ ചെറിയൊരു പ്രഭാഷണം നടത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കേൾക്കുക. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നത് 17ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട ഈ പരിപാടി. ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ സ്റ്റേജിൽ കയറ്റിയിട്ട് അപമാനിച്ചത്. താല്പര്യമില്ലെന്ന് ഞാൻ പണ്ടേ പറയുന്നതാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വീകരിച്ചു എന്ന് മാത്രം. പ്രിയപ്പെട്ട ഇടകടത്തിക്കാരെ, ഇതെൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും ജീവശ്വാസമാണ്. ഈ ക്ഷേത്രവും ഈ ഭഗവാനും ഈ നാടും. അതുകൊണ്ട് തന്നെ ഈ ഉത്സവം തുടങ്ങിയ അന്നു മുതൽ, ഈ ക്ഷേത്രം പ്രതിഷ്ഠ ആരംഭിച്ച അന്നു മുതൽ നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. മറുനാടൻ മലയാളി എന്ന് പറയുന്ന എൻ്റെ പ്രസ്ഥാനം ആരംഭിക്കുന്നത്, ഈ ക്ഷേത്രം ആരംഭിക്കുന്ന അതേ വർഷം, 2 ഒരുമിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നു. നിങ്ങൾക്കൊക്കെ അറിയാം. ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചപ്പോഴും ഈ ക്ഷേത്രോത്സവത്തിന്റെ സമയത്ത് എനിക്കിവിടെ വരാൻ കഴിയുന്നത് തന്നെ ഭഗവാന്റെ കൃപയാണെന്ന് വിശ്വസിക്കുന്നതാണ്. ഇതെന്റെ ദൗത്യമാണെന്ന് വിശ്വസിക്കുന്നതാണ്. അല്ലെങ്കിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ 2023 അമേരിക്കയിലേക്ക് എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചതാണ്. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയത് 2026 പലപ്പോഴും ഇത്തരം സാഹചര്യം ഉണ്ടാവുമ്പോൾ ഒളിവിൽ കഴിയേണ്ടി വരുന്നു. ഇത്തരമൊരു സാഹചര്യമൊക്കെ ജീവിതത്തിലുണ്ട്. ഈ സാഹചര്യത്തിനിടയിൽ ഏറ്റവും തിരക്കുള്ള സമയം തെരഞ്ഞെടുപ്പ്. ഞാൻ വാസ്തവത്തില് ഈ ഇടകടത്തി ശ്രീധർമ്മ ക്ഷേത്രം എൻ്റെ കൂടി ആയതുകൊണ്ട്, ഇവിടെയുള്ള എല്ലാവരും എന്നെ പോലെ ആയതുകൊണ്ട് എനിക്കിവിടെ വരാതിരിക്കാൻ കഴിയാത്തതുമാണ്. ഈ തിരക്കിനിടയിലും ഇലക്ഷന്റെ തിരക്കറിയാം. ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സമയം.
ഞാൻ എന്നിട്ട് ഇന്ന് ഇതിനു വേണ്ടി മാത്രം ഇന്നെത്തി, നാളെ രാവിലെ പോകും. കാരണം ഈ സമയം ഒരിക്കലും ഒരു ദിവസം പോലും മിസ്സാകാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലായിരുന്നു, നിങ്ങൾക്കറിയാം. അവിടുന്ന് തിരിച്ച് ബ്രിട്ടനിൽ എൻ്റെ കുട്ടികൾ അവിടെ പഠിക്കുന്നു. അവിടെ പോകാനിരുന്നപ്പോഴാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചു പോകുന്നത്. പക്ഷേ ഇവിടെ ഈ സമയത്തുണ്ടാവുക എന്ന് പറയുന്നത് ഓണത്തിന് എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും അടുത്തിരിക്കുക എന്ന് പറയുന്നത് പോലെ മഹത്തായ ദൈവികമായ ഒരു കാര്യമാണ്. 17 വർഷം ഈശ്വരൻ എനിക്ക് ഈ പരിപാടിയുടെ ഭാഗമാവാൻ അനുഗ്രഹിച്ചു. ഭഗവാന്റെ കൃപ. നമുക്കറിയാം, കലിയുഗ വരദനാണ്. കലിയുഗ വരദനായ അയ്യപ്പന്റെ അടുത്ത് പോയി അഭ്യാസം കാണിച്ച പണി കിട്ടും. നിങ്ങൾ അഭിനയിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെങ്കിൽ, നിങ്ങൾ തെറ്റ് ചെയ്താൽ ഭഗവാൻ ക്ഷമിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ അഭിനയിച്ചാൽ, അഭ്യാസം കാണിച്ചാൽ ഭഗവാൻ ക്ഷമിക്കില്ല. ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ, ഇനി തിരിച്ചു വരാൻ കഴിയത്തില്ല എന്ന് കരുതുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴൊക്കെ കൈപിടിച്ച് നടത്തിയ ഭഗവാന്റെ കൃപയുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. ഞാൻ ഓരോ ദിവസവും ജീവിതത്തിൽ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാൻ പലയിടത്തും പോവാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും, ചെറുകോൽപ്പുഴ കൺവെൻഷൻ അടക്കം പല ക്ഷേത്രങ്ങളിലും വലിയ ഉത്സവങ്ങളിൽ പ്രസംഗിക്കാൻ പോകും. പക്ഷേ ഇവിടെ വന്ന് ഏറ്റവും കുറച്ച് ഞാൻ സംസാരിക്കുന്നത് ഇവിടെയാണ്. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ പോയി ഞാൻ സംസാരിച്ചത് 1 മണിക്കൂർ 10 മിനിറ്റാണ്. ഏറ്റവും കുറച്ച് ഇവിടെ. പക്ഷെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന കാര്യങ്ങൾക്ക് ഈശ്വരന്റെ കയ്യൊപ്പുണ്ട്. എന്നെ സംരക്ഷിക്കും ഈ പ്രകൃതി, എന്നെ സംരക്ഷിക്കും ഈ ഭഗവാൻ, എന്നെ സ്നേഹിക്കും ഈ നാട്ടുകാരുടെ വിചാരമാണ്. അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊക്കെ പരിചയമില്ലാത്ത കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ തലമുറ. ഞാനൊക്കെ 30 വർഷത്തിന് മുമ്പ് എപ്പോഴും വരാറുണ്ടെങ്കിലും 30 വർഷത്തിന് മുമ്പ് ഈ നാടിന്റെ വൈബിൽ നിന്ന് മാറി കൊച്ചു പിള്ളേർ കിടന്ന്, പ്രത്യേകിച്ച് പെൺകുട്ടികളടക്കമുള്ളവർ കിടന്ന് ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ ഒരു ആനന്ദമുണ്ട്. ആനന്ദമാണ് ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. അത് മദ്യപിച്ചിട്ട് ബഹളം വെക്കുന്നല്ല. ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് കുട്ടികൾ ഡാൻസ് കളിക്കുന്നതാണ്. അതിന്റെ ഭാഗമാവാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ എപ്പോഴും ഈ നാട്ടിൽ വരുമ്പോൾ ഇവിടുന്ന് അനിയനെടുത്തിരുന്ന് മുണ്ട എടുത്തോണ്ട് വരുന്നത്. അപ്പൊ നമ്മുടെ സൂര്യ എന്നോട് പറഞ്ഞു, സൂര്യ ഒരു മുണ്ട് മേടിച്ചോണ്ടോ എന്ന്. എനിക്കത് ഇത് മാറണോ, ഞാൻ മുണ്ടാണ് എന്നോട് തിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും സൂര്യക്ക് ഞാനൊരു നന്ദിയും പറയുന്നു. എന്തായാലും പ്രിയപ്പെട്ടവരെ, എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മുമ്പിൽ ആയിരക്കണക്കിന് ഭഗവാനെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ 17 വർഷമായി ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായി കരുതുന്നു. ഇനിയും ഈ ക്ഷേത്രവും ഈ ഭഗവാന്റെ മഹത്വവും ഇടകടത്തിയുടെ മഹത്വവും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും നന്മയുടെ മഹത്വവും ലോകം മുഴുവൻ പടരാൻ വേണ്ടി എനിക്കും അതിന്റെ ഒരു ഭാഗമാവാൻ കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. എക്കാലത്തും ആയുസ്സുള്ളിടത്തോളം കാലം എന്നെ ഭഗവാൻ ഇതിന് അവസരം നൽകി ഒരുക്കുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.